പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ മഴക്കാലത്തിന്റെ വാർത്തകൾ, മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നതിനിടയിൽ ചില മനുഷ്യരെ തട്ടിപ്പ് നടത്താനും ഇറങ്ങിയേക്കുക. ഈ മഴക്കാലത്ത് ചെറിയ തട്ടിപ്പൊന്നുമല്ല, വലിയ തട്ടിപ്പുകളാണ്. അതും പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്ന മനുഷ്യർ. കൊച്ചിയിൽ സെയിൽസ് ഗേളിനെ പറഞ്ഞ് കബളിപ്പിച്ച് പണം തട്ടിയെന്നൊരു പരാതി. വൈറ്റിലയിലെ ഹെർഡേ എന്ന കടയിൽ നിന്നാണ് അജ്ഞാതൻ പണം തട്ടിയത്. അജ്ഞാതനെ പ്രേക്ഷകന് കാണാം. അജ്ഞാതൻ വരുന്നു. അജ്ഞാതൻ വന്ന് കടയുടമ പറഞ്ഞയച്ചതാണെന്ന വ്യാജേന എത്തി അജ്ഞാതൻ പണം തട്ടി. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, അയ്യോ അത്രയും നിഷ്കളങ്കയായിരുന്നു ആ സെയിൽസ് ഗേൾ. കടയുടമ പറഞ്ഞതാണെന്ന് പറഞ്ഞ് വന്ന് പൈസ ചോദിച്ചു. അപ്പോൾ പൈസ എടുത്ത് കൊടുത്തു. എത്ര രൂപയാണ് തട്ടിച്ചത്? പാവം സെയിൽസ് ഗേളിൻ്റെ ഇന്നത്തെ വരുമാനം പോയി. ഡോക്ടർ അരുൺകുമാർ, ആളുകളുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4 മണിയോടെയാണ് ഈ സംഭവം. വൈറ്റില ജംഗ്ഷനിലുള്ള ഹെർഡേ എന്ന് പറയുന്ന ഒരു തുണിക്കടയാണ്. ഈ തുണിക്കടയിലേക്ക് ഏതാണ്ട് ഒരു 3:45 അജ്ഞാതനായ അപരിചിതനായ ഒരാൾ വരുന്നു. അയാൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്, ഒരു കുടയും കയ്യിലുണ്ട്. അയാൾ ഒരു സാധാരണക്കാരെ പോലെ വന്നു കയറുന്നു. അതിനുശേഷം ഈ കടയുടെ ഓണർ പറഞ്ഞിട്ടാണ് താൻ വരുന്നത്. പണം ആവശ്യപ്പെടുന്നു. എവിടെ പണം ഓണർ തനിക്ക് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ആ കടയിൽ ഒരു പുതിയ ജീവനക്കാരെയാണ്. നിലവിൽ കയ്യിലുള്ള പണം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. അവർ ഉടൻ തന്നെ മേശയിലുണ്ടായിരുന്ന ഏതാണ്ട് 6000 രൂപയോളം ഇയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. 6000 രൂപ വാങ്ങുന്നു. അതൊന്നും എണ്ണി നോക്കുക പോലും ചെയ്യാതെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പിന്നീടാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ഉടമയെ അറിയിച്ചു. പിന്നീട് ഉടമ ഉടൻ തന്നെ കടവന്ത്ര പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങളടക്കം നൽകിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസും പറയുന്നത് ഇതിനു മുൻപും ഇയാൾ സമാനമായ പല തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ തന്നെയുള്ള പല കടകളിലും ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾ എത്തുകയും ഇത്തരത്തിൽ പണം വാങ്ങുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു അജ്ഞാതൻ ഒരാൾ ഇപ്പോൾ ഒരു കടയിൽ കയറി വന്നിട്ട് ഒരു സെയിൽസ് ഗേളിനോട് ഞാൻ ഉടമ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ, 6000 രൂപ ഇപ്പം ഇവിടുത്തെ പൈസ എനിക്ക് തരാൻ പറഞ്ഞാൽ അപ്പാടെ പൈസ എടുത്ത് കൊടുക്കൂ. ഇയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇത് എങ്ങനെയാണ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവുക? അരുൺകുമാർ, അയാൾ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ഓണറെ ഞാൻ വിളിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ തന്നെ ഈ കടയിലെ ജീവനക്കാരിയോട് പറഞ്ഞു എന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ജീവനക്കാരിയാകട്ടെ അധികം ദിവസമായില്ല ഈ കടയിൽ വന്നിട്ട്. സ്വാഭാവികമായും പുതിയ ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ ഇതൊരു പതിവാണ് എന്ന് കരുതിയിട്ടുണ്ടാകാം. എന്തായാലും മേശയിലുള്ള 6000 രൂപ ഈ അജ്ഞാതനായ ആൾക്ക് എടുത്ത് നൽകുകയാണ്. 6000 രൂപ ഒന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ അയാൾ ആ കൊടയുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അയാൾ മാസ്ക് അടക്കം ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു സംശയം തോന്നിയിട്ടില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ നിഷ്കളങ്കയായ ഒരു ജീവനക്കാരിയെ കബളിപ്പിച്ചുകൊണ്ട് ആ കടയിലെ കഴിഞ്ഞ ദിവസത്തെ വരുമാനമായ ഏതാണ്ട് 6000 രൂപയോളം ഒറ്റയെടുക്ക് അയാൾ വാങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കടയുടമ അവിടെ ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ജയകുമാർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഇയാൾ അവിടെ വന്നതും ഈ പണം വാങ്ങിയതും. എന്തായാലും തട്ടിപ്പ് നടന്നിരിക്കുന്നു. 6000 രൂപ നഷ്ടമായിരിക്കുന്നു. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ആ സെയിൽസ് ഗേളിന്റെ ആ സമയത്തെ ഈ ഉടമയെ ഒന്നും വിളിച്ച് ഫോണിലൊന്നും വിളിച്ചൊന്ന് സ്ഥിരീകരിക്കണമായിരുന്നു അല്ലേ? അതിന് അവർക്ക് ബുദ്ധി പോയില്ല. തീർച്ചയായും അരുൺകുമാർ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും ഈ വാർത്ത ആദ്യം അറിഞ്ഞപ്പോഴും നമ്മൾ ആദ്യം ധരിച്ചത് അത് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ആ ജീവനക്കാരി ഒന്ന് കടയുടമയെ വിളിച്ച് ചോദിക്കുക പോലും ചെയ്യാതെ ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ കൈവശം ഇത്രയും പണം നൽകി വിട്ടത് എന്ന് നമുക്കും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. അവർക്ക് അമളി പറ്റി. എന്തായാലും തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. പാവം ആ സെയിൽസ് ഗേളിന് ഒരു നിഷ്കളങ്കനെന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ വരുന്ന ചോദിക്കുകയാണ്, ഞാൻ ഉടമ പറഞ്ഞിട്ട് വരികയാണ്, ഞാൻ ജയകുമാർ എന്ന് പറഞ്ഞു. മുഖത്ത് മാസ്ക് ഒക്കെ ആയിട്ട് വരികയാണ്. ഒന്ന് ഈ സമയത്ത് മാസ്ക് ഇട്ട് വരുമ്പോൾ തന്നെ ഒന്ന് സംശയിക്കണം, ഇവൻ എന്തോ തട്ടിപ്പിന് വരുന്നതാണല്ലോ എന്ന്. രണ്ടാമത്തത്, മാസ്ക് ഊരാതെ അയാൾ വന്ന് സംസാരിക്കുന്നുണ്ട്, പണം ആവശ്യപ്പെടുന്നുണ്ട്. ഇവർ ഫോൺ ചെയ്യാതെ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷേ സെയിൽസ് ഗേൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും മുതലാളി പൈസ കളക്ഷന് വേണ്ടിയിട്ട് ആളെ വിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ കൺവിൻസിങ് സ്റ്റാർ വൈറ്റിലെത്തിയ ഈ കളറാണ്.